നമസ്കാരം. തായ്വാനിൽ ചൈന സംഹാര താണ്ഡവമാടുകയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പാകിസ്ഥാൻ ചൈനയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. തായ്വാൻ പ്രശ്നത്തിനിടയിൽ ഒറ്റ ചൈന നയത്തിനുള്ള പിന്തുണ പാകിസ്ഥാൻ അറിയിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തായ്വാനോടുള്ള ചൈനയുടെ നിലപാടിന് പാകിസ്ഥാന്റെ അചഞ്ചലമായ പിന്തുണയാണ് ആവർത്തിച്ചത്. തായ്വാനെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അവിഭാജ്യ ഘടകമായി പരിഗണിച്ചുകൊണ്ട് ഒരു ചൈന നയത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത പാക് പ്രധാനമന്ത്രി ആവർത്തിച്ചു. ചൈനയുടെ സുഹൃത്തും തന്ത്രപ്രധാന പങ്കാളിയും എന്ന നിലയിൽ തായ്വാനിലെ ചൈനീസ് നിലപാടിന് പാകിസ്ഥാൻ എല്ലായ്പ്പോഴും അതിന്റെ തത്വാധിഷ്ഠിത പിന്തുണ നൽകുകയും അത് തുടരുകയും ചെയ്യും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ഒരു ചൈന നയം അനുകൂലിക്കുന്നു. തായ്വാനെ ചൈനയുടെ പ്രധാന ഭാഗമായി കണക്കാക്കുന്നുമുണ്ട്. ചൈനയുടെ ദേശീയ പുനരേകീകരണത്തിനുള്ള വഴികൾ പാകിസ്ഥാൻ എപ്പോഴും പിന്തുണയ്ക്കുന്നു എന്നാണ്, അതിനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ എപ്പോഴും പറയുന്നത്. തായ്വാനിലെ സ്വയം പ്രഖ്യാപിത ഗവൺമെന്റിന്റെ തിരഞ്ഞെടുപ്പോ പരിവർത്തനമോ തായ്വാൻ വിഷയത്തിലെ വസ്തുനിഷ്ഠമായ വസ്തുതകളെ മാറ്റില്ല എന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു വെക്കുന്നത്. തായ്വാൻ കടലിടുക്കിലെ പിരിമുറുക്കങ്ങൾക്കിടയിൽ ആഗോള ശ്രദ്ധയും ദ്വീപിന്റെ പദവിയെ ചുറ്റിപ്പറ്റിയുള്ള നയതന്ത്ര നീക്കങ്ങളും വർദ്ധിക്കുന്നതിനിടയിലാണ് തായ്വാനിലെ ചൈനയുടെ നിലപാടിന് പാകിസ്ഥാൻ ഇപ്പോൾ ശക്തമായ അംഗീകാരം നൽകുന്നത്. പ്രാദേശിക ചലനാത്മകത രൂപപ്പെടുത്തുന്ന ജിയോ പൊളിറ്റിക്കൽ സങ്കീർണതകൾക്കൊപ്പം ചൈനയുമായുള്ള ഐക്യദാർഢ്യത്തിന്റെ പാകിസ്ഥാൻ പിന്തുണ അത് ആവർത്തിച്ചുറപ്പിക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ വിശാലമായ പശ്ചാത്തലത്തിന്റെ വിന്യാസ പ്രാധാന്യം അടിവരയിടുന്നുണ്ട്. തായ്വാൻ സ്വാതന്ത്ര്യത്തിൽ ഏർപ്പെടുന്നവർക്ക് അന്ത്യം സംഭവിക്കുമെന്നും തായ്വാൻ സ്വാതന്ത്ര്യത്തിന് പിന്തുണ നൽകുന്നത് തിരിച്ചടിയാകുമെന്നുമാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെർബിൻ ഈ അടുത്ത് പറഞ്ഞത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഔദ്യോഗിക തുടക്കത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വരുന്ന മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ ചൈന സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയെ പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാന് സ്വാർത്ഥ താൽപര്യങ്ങൾ ഏറെയുണ്ട് എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഉയർച്ച മുതൽ അഫ്ഗാനിസ്ഥാന്റെ സാധ്യതകൾ, ആണവ ഭീകരതയുടെ ഭീഷണി മുതൽ ഭൂഖണ്ഡത്തിന്റെ ഖനികൾ, തുറമുഖങ്ങൾ, പൈപ്പ് ലൈനുകൾ എന്നിവയുടെ പുതിയ ഭൂപടം വരെ ഏഷ്യയുടെ ഭൗമ രാഷ്ട്രീയത്തിൽ ചൈന പാകിസ്ഥാൻ അച്ചുതണ്ട ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ വലിയ സാമ്പത്തിക പ്രതീക്ഷയും ഏറ്റവും വിശ്വസനീയമായ സൈനിക പങ്കാളിയുമാണ് ചൈന. ആഗോള നാവിക ശക്തി എന്ന നിലയിൽ മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ മേഖലകളെയും യൂറോപ്പിലെ വിപണികളെയും കിഴക്കൻ ഏഷ്യയിലെ മെഗാനഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പുതിയ സിൽക്ക് റോഡിനായുള്ള മഹത്തായ പദ്ധതികൾ വരെ ചൈനയുടെ ജിയോ സ്ട്രാറ്റജിക് അഭിലാഷങ്ങളുടെ ഹൃദയഭാഗത്താണ് പാകിസ്ഥാൻ കിടക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദശകത്തിൽ ദക്ഷിണേഷ്യയിലുണ്ടായ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾ, മൂർച്ചയേറിയ US ചൈന മത്സരം, ചൈന ഇന്ത്യ ബന്ധങ്ങളിലെ പെട്ടെന്നുള്ള ഇടിവ്, 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സേനയുടെ പിൻവാങ്ങൽ എന്നിവ ചൈനീസ് പാകിസ്ഥാൻ സൈനികരെ കൂടുതൽ അടുപ്പിച്ചു എന്ന് വേണം പറയാൻ. രാജ്യങ്ങളുടെ സൈന്യങ്ങളും നാവികസേനകളും കൂടുതൽ ഉപകരണങ്ങൾ പങ്കിടുകയും കൂടുതൽ സങ്കീർണമായ സംയുക്ത അഭ്യാസങ്ങളിൽ ഏർപ്പെടുകയും സ്റ്റാഫ് ഓഫീസർ എക്സ്ചേഞ്ചുകളിലൂടെ കൂടുതൽ അടുത്ത് ഇടപഴകുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനുമായുള്ള ചൈനയുടെ സൈനിക നയതന്ത്രം റഷ്യയുമായുള്ള സൈനിക പങ്കാളിത്തത്തെ അളവിലും ഗുണപരമായും എതിർക്കുന്നുണ്ട്. ചൈനയും പാകിസ്ഥാനും സംയുക്ത സൈനികാഭ്യാസത്തിന്റെ വേഗത ത്വരിതപ്പെടുത്തിയിട്ടുമുണ്ട്. അത് സങ്കീർണതയിലും പരസ്പര പ്രവർത്തനക്ഷമതയിലും വളരുകയാണ്. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ചൈന സൈനിക ശക്തി ഉയർത്തുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ സർക്കിളുകളിൽ ചൈനീസ് അടിത്തറയ്ക്ക് അർത്ഥവത്തായ പിന്തുണയുമുണ്ട്. ഇരു രാജ്യങ്ങളും പരസ്പര താൽപര്യങ്ങൾ മാത്രമല്ല, ഈ പങ്കാളിത്തം കൂടുതൽ വിശാലമാക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും പ്രകടിപ്പിക്കുന്നുണ്ടത്രേ. ചൈനയുമായുള്ള ബന്ധം തങ്ങളുടെ വിദേശ നയത്തിന്റെ ആണിക്കല്ലായി പാകിസ്ഥാൻ കണക്കാക്കുന്നു. ദേശീയ താൽപര്യങ്ങളുടെ കാതലായ വിഷയങ്ങളിൽ അവർ പരസ്പരം പിന്തുണയ്ക്കുന്നതിൽ പരസ്പര വിശ്വാസത്തിന്റെ നിലവാരവും പ്രകടമാകുന്നുണ്ട്. സിൻജിയാങ്, തായ്വാൻ, ഹോങ്കോങ്, ടിബറ്റ്, ദക്ഷിണ ചൈന കടൽ വിഷയങ്ങളിലും മനുഷ്യാവകാശ കൗൺസിലിലും പാകിസ്ഥാൻ ചൈനയെ പിന്തുണച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളെ അസന്നിഗ്ധമായി പിന്തുണയ്ക്കുന്ന ഒരേയൊരു ശക്തി ചൈനയുമാണ്. ഉയർച്ച താഴ്ചകൾക്കെതിരെ US-ഉമായുള്ള ബന്ധത്തിൽ അത് സാക്ഷ്യം വഹിച്ചതിനാൽ പാകിസ്ഥാനുമായി തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിന് വലിയ നിക്ഷേപം നടത്താനും ചൈന തയ്യാറാണ്. കശ്മീർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കമാണെന്ന് ചൈന അംഗീകരിക്കുകയും UNSC പ്രമേയങ്ങൾ, UN ചാർട്ടർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകൾ എന്നിവയ്ക്ക് അനുസൃതമായി സമാധാനപരമായ പരിഹാരത്തിന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെയും ചൈനയുടെയും പരസ്പര പിന്തുണ ഭൗമരാഷ്ട്രീയ പരിഗണനകൾ മാത്രമല്ല, അതിനപ്പുറമുള്ള കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ബഹുരാഷ്ട്രവാദം, നീതി, UN തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള അവരുടെ പങ്കിട്ട കാഴ്ചപ്പാടുകൾ എന്നൊക്കെ പറഞ്ഞ ഇരുവരും വലിയ നിലപാടുകളാണ് ലോകത്തിന് മുന്നേ തുറന്നു വെക്കുന്നത്. പക്ഷേ പാകിസ്ഥാനും ചൈനയും ഒരുമിക്കുന്നത് നല്ലതിനായിട്ടല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇരു രാജ്യങ്ങളും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് പരസ്പരം ചങ്ങാത്തം കൂടിയിരിക്കുന്നത്.